1959 ജനുവരി 23-ന് അന്നത്തെ സോവിയറ്റ് യൂണിയനിലെ യൂറി പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 9 വിദ്യാർത്ഥികൾ ഒരു തീരുമാനമെടുക്കുന്നു. കൊടും മഞ്ഞും കാറ്റും ഹിമപാതവുമൊക്കെ നിറഞ്ഞ യൂറൽ പർവ്വതനിരകൾ കടന്ന് 190 മൈൽ ദൂരെയുള്ള വിസായ് എന്ന ഗ്രാമത്തിലെത്തുക എന്നതായിരുന്നു അവരുടെ തീരുമാനം. തീരുമാനിച്ചതുപോലെ തന്നെ അവർ 9 പേരും യാത്ര ആരംഭിച്ചു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ അവർക്ക് കാണുവാൻ സാധിച്ചത് മഞ്ഞിൽ തണുത്തു മരവിച്ച വിദ്യാർത്ഥികളുടെ ശവശരീരമാണ്. പലരുടെയും ശരീരം പൂർണ്ണമായും നഗ്നമായ രീതിയിലായിരുന്നു കാണപ്പെട്ടത്. ഡെഡ് ബോഡികൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചപ്പോൾ അവർക്ക് കാണുവാൻ സാധിച്ചത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്നും ഒരു നാവും 2 കണ്ണുകളും മിസ്സിംഗ് ആയിരുന്നു. പുറമേ നോക്കുമ്പോൾ അവരുടെ ശരീരത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും മറ്റൊന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവരുടെയും തലയോട്ടിക്ക് വലിയ രീതിയിൽ തന്നെ ക്ഷതമേറ്റിരുന്നു. ഇതൊരു സാധാരണ മരണമല്ല എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുകയാണ്. എന്നാൽ കൃത്യമായ തെളിവുകളോ മറ്റൊന്നും തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഈയൊരു ന്യൂസ് പുറത്തു വന്നപ്പോൾ ജനങ്ങൾ പലതരത്തിലുള്ള സംശയങ്ങൾ പറയുവാൻ തുടങ്ങി. ഹിമപാതമോ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ രഹസ്യ പരീക്ഷണത്തിന് ഇവർ ഇരയായതായിരിക്കാമെന്ന് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഇത് അന്യഗ്രഹ ജീവികളുടെ ആക്രമണമായിരിക്കാമെന്നാണ്. എന്ത് പറഞ്ഞാലും ഈ 9 പേരുടെ മരണകാരണം ഇന്നേ വരെ ആർക്കും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു സംഭവം പിന്നീട് ഡോട്ട് ലോ പാസ് ഇൻസിഡന്റ് എന്നറിയപ്പെടുവാൻ തുടങ്ങി. സബ്സ്ക്രൈബ്.